ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തൊരു റീൽ കണ്ടു. ഒരു കോമഡി റീലാണ്. ചെയ്യുന്നവരെയൊക്കെ ഇതിനു മുമ്പ് എവിടെയൊക്കെയോ കണ്ടു നല്ല പരിചയമുണ്ട്. സംഭവം ഒരു മെയിൽ റേപ്പ് ജോക്കാണ്. അതായത് സ്കിറ്റ് തുടങ്ങുമ്പോൾ ഒരു സീരിയസ് ടോൺ ആണ്. ഒരു കപ്പിൾ സംസാരിക്കുന്നു. എന്തോ ഓഡിഷനിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന സ്ത്രീയെ പുരുഷൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. ഓഡിഷൻ കഴിഞ്ഞ് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ടുവരുന്നു. നല്ല സീരിയസ് മ്യൂസിക് ആണ്. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് എന്ന സംഭവമൊക്കെ ഓർക്കുന്ന തരത്തിലുള്ള മ്യൂസിക്. ഇതൊക്കെ ഈ പുരുഷൻ അവന്റെ സുഹൃത്തിനോട് വിവരിക്കുന്നതായാണ് വീഡിയോ. തുടക്കമൊന്ന് കണ്ടു നോക്കാം. ഇരുന്നാ ശരിയാവൂല. ഞാനേ എന്റെ വൈഫിനെ കൊണ്ടൊരു ഓഡിഷന് പോയി. എന്നിട്ട് ടെൻഷൻ ഉണ്ടോ? ഈ ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അവസാന കച്ചിത്തുരുമ്പാണ്. എനിക്കറിയാം. ടെൻഷൻ ഉണ്ടോ? റെഡിയല്ലേ? അവളെ പെർഫോമൻസ് കണ്ട് എല്ലാരും കൈയടിച്ച്. കൂടെ വന്ന കണ്ടസ്റ്റൻസ്, പ്രൊഡ്യൂസർ, ഡയറക്ടർമാർ എല്ലാവർക്കും ഇഷ്ടമായി. എടാ ഒരു പ്രശ്നമുണ്ട്. സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചേ? സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇതൊരു കോമഡി വീഡിയോ അല്ല, മറിച്ചൊരു സീരിയസ് വീഡിയോ ആണെന്ന് വരെ നമ്മൾ വിചാരിക്കും. കാരണം സ്ത്രീകളുടെ ഇത്തരം അവസ്ഥ പൊതുവെ കോമഡി ആക്കാറില്ലല്ലോ. ബാക്കി കൂടെ കാണാം. ഇതെങ്ങനെ കോമഡി ആകുന്നു എന്ന് അറിയണമല്ലോ. അവള് ഓക്കെ തുറന്നടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അയാളും മറ്റേതായിരുന്നു. നമ്മുടെ ലൈഫിന് വേണ്ടിയല്ലേ ചേട്ടാ? കുറച്ചു നേരത്തേക്ക് കണ്ടോ പെട്ടെന്ന് ആ മ്യൂസിക് മാറിയത്? സംഭവം ആണിനെയാണ് സെക്ഷലി ഹരാസ് ചെയ്യുന്നതെങ്കിൽ അത് കോമഡിയാണത്രേ. അതും പോരാഞ്ഞ് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വരെ മുട്ടൻ കോമഡിയാണത്രേ. എന്നാൽ ഇവിടെ എന്താണ് കോമഡി എന്ന് മാത്രം എനിക്ക് സത്യസന്ധമായി മനസ്സിലായിട്ടില്ല. ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ ഒരു ഹോമോസെക്ഷൽ ആണെന്നതാണോ ജോക്ക്? അതോ ആണിനെ റേപ്പ് ചെയ്തു എന്നതാണോ ജോക്ക്? അതോ പെണ്ണിനെ ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നവരെ പറ്റിച്ച് ഈ ആണിനെയാണ് ചെയ്തത് എന്ന ട്വിസ്റ്റ് ആണോ കോമഡി? ഇതിലിപ്പോ രണ്ട് പെൺകുട്ടികൾ തന്നെയാ പോയത് എന്ന് വെക്കുക. എന്നിട്ട് നരേറ്റ് ചെയ്യുന്ന ആളെയാണ് അവസാനം പ്രൊഡ്യൂസർ റേപ്പ് ചെയ്യുന്നത് എന്ന ട്വിസ്റ്റ് വെച്ച കോമഡി ആകും. ഞാൻ ചുമ്മാ കമന്റ് സെക്ഷൻ നോക്കി ചിരിച്ച് മരിക്കുകയാണ് പലരും. നോമ്പ് കാലമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സെന്റി അടിക്കാൻ വന്ന ഹൃദയം വരെ തള്ളക്കി വിളിച്ചു എന്നാണ് ഒരാളുടെ കമന്റ്. അതായത് പെണ്ണിനാണ് പറ്റിയത് എന്ന് ഓർത്ത് സെന്റി അടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആണിനാണ് എന്ന് മനസ്സിലായപ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല എന്ന്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാണ് വേറൊരാൾ ചിരിക്കുന്നത്. ചിലർക്ക് ആ ട്വിസ്റ്റ് ആണ് അങ്ങ് പിടിച്ചത്. ജിത്തു ജോസഫിന്റെ സിനിമയിൽ പോലും ഇല്ലാത്ത ട്വിസ്റ്റ് അല്ലേ? ഇരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് വേറൊരാൾ കൊലച്ചിരി. 2-3 കമന്റ്സ് മാത്രം കണ്ടു വീഡിയോയെ വിമർശിച്ചുകൊണ്ടുള്ളത്. ബാക്കി മൊത്തം ചിരി അടക്കാൻ പാടുപെടുന്നവരാണ്. എന്തുകൊണ്ടാണ് ആളുകൾ മെയിൽ റേപ്പ് ജോക്ക് ഓക്കെ ആണെന്ന് കരുതുന്നത്? ഈ ടൈപ്പ് ജോക്ക് ഇതിപ്പോ പുതിയതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു ഇംപ്രോവൈസ്ഡ് വേർഷൻ ആണ്. ഇതിന്റെ വേറൊരു വേർഷൻ കുറെ മുമ്പേ തന്നെ രംഗത്തുണ്ട്. അതിങ്ങനെയാണ്: ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കള്ളൻ കയറുന്നു. അയാൾ ഭാര്യയെയും ഭർത്താവിനെയും കെട്ടിയിടുന്നു. എന്നിട്ട് കള്ളൻ തന്റെ വസ്ത്രം ഊരുന്നത് കാണുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പതുക്കെ പറയും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവൻ നമ്മളെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന്. ഇത് കേട്ട് പകച്ചു നിൽക്കുന്ന ഭാര്യയോട്, നീ ഇത്ര സെൽഫിഷ് ആകല്ലേ, നമ്മുടെ ജീവനല്ലേ വലുത് എന്നൊക്കെ ഭർത്താവ് പറയുമ്പോൾ കള്ളൻ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു. ഇത് കണ്ട ഭർത്താവ് ഭാര്യയോട് ചോദിക്കും അയാൾ എന്താണ് പറഞ്ഞത് എന്ന്. അപ്പൊ ഭാര്യ പറയും, അയാൾക്ക് നിങ്ങളോടാണ് താല്പര്യം, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ടുപേരെയും വെറുതെ വിടാമെന്നാണ് പറയുന്നത് എന്ന്. ഇത് കേട്ട് പകച്ചു നിൽക്കുന്ന ഭർത്താവിൽ സത്യം പറഞ്ഞാൽ ഇത്തിരി കോമഡിയൊക്കെ ഉണ്ട്. കാരണം ഭർത്താവിന്റെ സെൽഫിഷ് സ്വഭാവത്തിന് ഒരു പണി കിട്ടുകയാണല്ലോ. സംഭവം ഈ ഒരു ട്വിസ്റ്റ് പോലും നേരത്തെ പറഞ്ഞ കോമഡിയിലില്ല. അതിലാകെയുള്ളത് റേപ്പ് ചെയ്യപ്പെട്ടത് ആണാണ് എന്നത് മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ആണിന് നേരെയുള്ള സെക്ഷൽ അബ്യൂസ് കോമഡിയായി മാറുന്നത്? കാരണമുണ്ട്. ആണുങ്ങളെ കുറിച്ച് പരക്കെയുള്ള ഒരു ധാരണ എപ്പോഴും സെക്സിന് വില്ലിംഗ് ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ റേപ്പ് എന്നൊരു സംഗതി അവിടെ നടക്കില്ല എന്നതാണ് പൊതുബോധം. അതുകൊണ്ട് മെയിൽ വിക്ടിംസിന് അതിന്റേതായ ഒരു സീരിയസ്നെസ് സമൂഹം കൊടുക്കില്ല. മറ്റൊന്ന്, ആണുങ്ങളെ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ പറ്റില്ല എന്ന സമൂഹത്തിന്റെ ചിന്തയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് തരുന്ന തോട്ടിനെ ഡീൽ ചെയ്യുന്നതിന് പകരം അതിനെ കളിയാക്കാനാണ് ആളുകൾ ശ്രമിക്കുക. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ തോട്ടിനെ അക്നോളജ് ചെയ്യാനുള്ള മടി, അതാണ് തമാശയാക്കലിന് പുറകിലെ ഒരു കാരണം. വേറൊരു കാരണം മീഡിയയും നമ്മുടെ കോമഡി കൾച്ചറുമാണ്. ഇത്തരം സ്കിറ്റുകളിലൊക്കെ ജെൻഡർ ഒന്ന് തിരിച്ചിട്ടാൽ കോമഡി ആകുന്ന ഒരു സബ്ജക്റ്റ് ആണ് മെയിൽ റേപ്പ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആണുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇനിയിപ്പോ ഈ വീഡിയോയുടെ താഴെ ചിലർ എഴുതും, ഇതൊക്കെ ഒരു തമാശയായി കണ്ടുകൂടെ ബ്രോ, എല്ലാം ഇത്ര സീരിയസ് ആയി എടുക്കണോ എന്നൊക്കെ. അതിന് സിമ്പിളായി ഇത്ര ചിന്തിച്ചാൽ മതി. ബസ്സിൽ നിന്നോ ഏതെങ്കിലും സ്ഥാപനത്തിൽ വെച്ചോ ഇങ്ങനെ ഒരു അനുഭവം നേരിടുന്ന ഒരു ആൺകുട്ടിയെ ഓർക്കുക. ഇങ്ങനെയുള്ള സ്കിറ്റുകൾ ഇൻസ്റ്റയിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന അതിന്റെ കമന്റ്സ് വായിക്കുന്ന അവന് ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തോന്നുമോ? അപ്പൊ എന്താണ് ആണുങ്ങൾ നേരിടുന്ന സെക്ഷൽ അബ്യൂസിനെ ഇങ്ങനെ തമാശയാക്കിക്കൊണ്ടുള്ള സ്കിറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.